So, Super Copa de España, the first semi-final, Barcelona versus Athletic Club Bilbao. ഞാൻ പറഞ്ഞതാണ് എൻ്റെ പ്രിവ്യൂവിൽ. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക് ബിൽബാവോ എന്ന് പറയുന്നത് ഒരു എരയല്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ബാഴ്സലോണ ഇറ്റ്സ് പീക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 10 above മാച്ചസ് വിജയിച്ച് നല്ല സ്ട്രീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ബിൽബാവോ എന്ന് പറയുന്നത് ഒരു എരയല്ല. ദാറ്റ്സ് എ ഫാക്ട്. അത് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ഈസി ആയിട്ട് കണ്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഓൾമോസ്റ്റ് കൺഫേം ആയി ബാഴ്സലോണയാണ് ഇനി ഫൈനലിലോട്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സംഭവം ശരിയാണ്. ബിൽബാവോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത് എർണസ്റ്റോ വാൽവർദെയാണ്. അദ്ദേഹത്തിന് വളരെ പരിചയമുള്ളൊരു ടീമാണ് ബാഴ്സലോണ. കാരണം വേറെ ഒന്നുമല്ല, എക്സ് മാനേജറാണ് ബാഴ്സലോണയുടെ എർണസ്റ്റോ വാൽവർദെ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെ നല്ലൊരു റെക്കോർഡ് തന്നെ ബാഴ്സലോണയ്ക്ക് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടീം വേണ്ടേ? ഓക്കെ, എത്ര നല്ല കോച്ചാണെങ്കിലും ആ ഒരു ബിൽബാവോ എന്ന് പറഞ്ഞൊരു ടീം വേണ്ടേ? ആകെയുള്ളതൊരു നിക്കോ വില്യംസാണ്. അദ്ദേഹത്തെയാണ് കഴിഞ്ഞ മാച്ചിൽ ഇറക്കിയതുമില്ല, റെസ്റ്റ് കൊടുത്തു. എന്തിനാണോ എന്തോ ആ ചെങ്ങനെ കുറച്ച് കാശ് കൊടുത്ത് അവിടെ നിർത്തിക്കിടുന്നല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊരു ഒരു ബാഴ്സലോണയെ പോലത്തെ ഒരു ടീമിനെ, അല്ലെങ്കിൽ ബാഴ്സലോണ, റയൽ മാഡ്രിഡ് ഇവരെ പോലത്തെ ഒരു ടീമിനെ പരാജയപ്പെടുത്താനുള്ളൊരു ടീമൊന്നും ബിൽബാവോക്ക് ഇല്ല. ദാറ്റ്സ് എ ഫാക്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. ബാഴ്സലോണ ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. ഹാൻസി ഫ്ലിക്ക് മറ്റേ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതേ ഉള്ളൂ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു ബാഴ്സലോണയാണ്. ഐ എം ഗിവിങ് ടു എന്താ പറയുക, ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്. ബാഴ്സലോണ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടീം. അത് തന്നെ സംഭവിച്ചു. എജ്ജാതി കളിയാണ് കണ്ടത്. ഓക്കെ, ഒരു ലമീൻ യമാലിന് റെസ്റ്റ് കൊടുത്തിട്ടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആലോചിച്ച് നോക്കിയാൽ റൈറ്റിൽ റൂണി ബർദാജിയാണ് ഇറങ്ങിയത്. അത് വെറുതെ അല്ല, അത് ഹാൻസി ഫ്ലിക്ക് ഇറക്കി വിട്ടിട്ടുള്ളത്. അതിൻ്റെ ബെസ്റ്റ് എക്സാക്ട് ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു. റൂണി ബർദാജി എന്താണ് ആ ഒരു ടീമിൽ ചെയ്തത്. ഈ റൂണി ബർദാജി എന്ന് പറയുന്നത് ആക്ച്വലി വളരെ നല്ലൊരു ബാഴ്സലോണ ഓഡിയനാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹം ചെറുപ്പം തൊട്ടേ ബാഴ്സലോണയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. പിന്നെ വളർന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ക്ലബിലോട്ട് അദ്ദേഹം സൈൻ ചെയ്തു. ഓക്കെ, അതാണ് റൂണി ബർദാജി. അതുകൊണ്ട് ആ ഒരു ക്ലബിലോട്ടുള്ള ഒരു പാഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിയിൽ ഭയങ്കരമായിട്ട് കാണാനുണ്ട്. ഓക്കെ, അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യാന്നല്ല, ബെറ്റർ പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലമീൻ യമാലിൻ്റെ ഒരു കോമ്പറ്റീഷൻ ആ ഒരു റൈറ്റ് വിങ്ങിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്കൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്നാലും ഇവർ രണ്ടുപേരെ, ലമീൻ യമാലിനെ റൂണി ബർദാജിനെ രണ്ടുപേരെ ഇറക്കാറുണ്ട് ഹാൻസി ഫ്ലിക്ക്. ഓക്കെ, ചിലപ്പോൾ മേ ബി പറയാൻ പറ്റില്ല, അങ്ങനെ ഇറക്കാം. വല്ല ടഫ് ഫുൾ അറ്റാക്ക് മാച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൂണി ബർദാജി ലമീൻ യമാൽ ഒരുമിച്ച് ഇറങ്ങാം. ഓക്കെ, എന്തായാലും ഹാൻസി ഫ്ലിക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടീമിനെ നമ്മൾ സൂപ്പർ കോപ്പ ഡി എസ്പാനിയയിൽ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോളാണ് മേടിച്ചത്. ഓക്കെ, ഇന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്, ആ ഒരു മാഡ്രിഡ് ഡെർബി ഉണ്ട്. അതിലാരാണോ വിജയിക്കുക അവരായിരിക്കും സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനലിൽ ബാഴ്സലോണയ്ക്ക് ഒപ്പോണൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ബാഴ്സലോണ എച്ചാത്തി പെർഫോമൻസ് അപ്പോൾ ഓഫ് ഇത്. അവർ പുതിയൊരു ജേഴ്സിയിലൂടെയാണ് ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സൂപ്പർ കോപ്പ ഡി എസ്പാനിയയിൽ ഒരു വെറൈറ്റി ജേഴ്സി. സംഭവം ആ ഒരു സെയിം നീല ചുവപ്പ് അതൊക്കെ തന്നെ, പക്ഷേ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്തായാലും ബാഴ്സലോണയുടെ ലൈനപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഗോൾ കീപ്പർ യുവാൻ ഗാർസിയ ആ ചങ്ങായിനെ മറികടന്ന് പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് കേട്ടോ. ഭയങ്കര ഫോമിലാണ് അവൻ. കഴിഞ്ഞ മാച്ച് എസ്പാനോൾ ബാഴ്സലോണ എന്ന് പറയുന്നത് ഒരു കാറ്റലോണിയൻ റൈവൽസാണ്, ചിരവൈരികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റൈവൽസാണ് ഇവർ. എസ്പാനോളിൻ്റെ ഹീറോ ആയിരുന്നു ഒരു സമയത്ത് ഈ ഒരു യുവാൻ ഗാർസിയ. ഹീറോയിൽ നിന്നും വില്ലനായിട്ട് മാറി. അദ്ദേഹം ആ ഒരു വാമപ്പിനിറങ്ങിയ സമയത്തുള്ള ആ ഒരു അവിടെ ഉള്ളത് നിങ്ങൾ കാണണം. യജാതി കൂക്കുവിളി എന്നൊക്കെ പറഞ്ഞാൽ കൂക്കുവിളി അറ്റ് ഇറ്റ്സ് പീക്ക്, വെട്ടുവിളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു ആ ചങ്ങായിക്ക് എസ്പാനിനെതിരെ ആ ഒരു മാച്ചിലുണ്ടായിരുന്നത്. റാറ്റിൻ്റെ സിമ്പിളൊക്കെ പോലും കാണിച്ചു, മറ്റേ ബിട്രയിൽ ആ ഒരു സാധനം. കാരണം റൈവൽസ് ആണല്ലോ, കാറ്റലോണിയ റൈവൽസ് ആണല്ലോ. നേരെ പോയത് ഓപ്പോസിറ്റ് റൈവൽസിലോട്ടാണ് യുവാൻ ഗാർസിയ പോയത്. 16 വയസ്സ് തൊട്ട് താൻ കളിച്ച് വളർന്ന ക്ലബ്ബാണ് എസ്പാനോൾ. അവിടുത്തെ നേരെ അവരുടെ റൈവലായിട്ടുള്ള ബാഴ്സലോണയിലോട്ട് പോയി. ഉള്ള കൂക്കുവിളി മൊത്തം മേടിച്ച് ആ ടീമിനെതിരെ എച്ചാതി പെർഫോമൻസാണ് ചെങ്ങൈ ഒന്ന് പുൾ ഓഫ് ചെയ്തത്. 6-7 സേവ് ഫ്രം ഇൻസൈഡ് ദ ബോക്സ്, 2-on-1 വരുന്നു, 1-on-1 സിറ്റുവേഷൻ വരുന്നു. ഇല്ല, ഈ ഗോളിൻ പോസ്റ്റിനകത്തോട്ട് ഒരു ബോൾ വരണമെന്നുണ്ടെങ്കിൽ ആ ചെങ്ങനെ മറികടക്കാന്ന് പറഞ്ഞാൽ ആ മാച്ചിൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. ക്ലീൻ ഷീറ്റും കൊണ്ട് ആ ഒരു മാച്ചിൽ പോവുകയും ചെയ്തു. എന്തായാലും ആ ഒരു മാച്ച് ഞാൻ ഓൾറെഡി റിവ്യൂ ഇട്ട കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു റിവ്യൂ വേണമെങ്കിൽ പോയി എടുത്ത് കാണാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും വീണ്ടും ഈ മാച്ചിൽ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. യുവാൻ ഗാർസിയ മറികടന്ന് പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 1-2 വുഡ് വർക്കിലൊക്കെ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ. പിന്നെ അവന്മാർക്ക് ഓപ്പൺ ചാൻസും കിട്ടിയിരുന്നു. 1-2 സേവ് ചെയ്തു. ചിലത് അവന്മാർ പുറത്തൊക്കെ അടിച്ചു. 3 ബിഗ് ചാൻസ് ആയിട്ട് അവന്മാർ മിസ് ചെയ്തിട്ടുണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ. അങ്ങനെ
അപ്പോൾ എന്തായാലും ലൈനപ്പിലോട്ട് വരാം. ഗോൾ കീപ്പർ ഇവാൻ ഗാർസിയ, സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് ഒന്ന് മറ്റേ കുബാർസിയും, പിന്നെ അതുപോലെ ജെറാൻ മാർട്ടിനും റൈറ്റ് ബാക്കിൽ കൊണ്ട്, ലെഫ്റ്റിൽ ബാൾഡെ, ഫ്രങ്കി ഡിയോങ്ങും പെഡ്രിയും ആ ഒരു മിഡ്ഫീൽഡിൽ, പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റിൽ റാഫീനിയ, റൈറ്റിൽ റൂണി ബർദാജി, സെൻട്രലിൽ ഫെർമിൻ ലോപ്പസ്, സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ്. ഈ ഒരു ഫോർമേഷനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലമീൻ യമാൽ ഇറങ്ങിയില്ല, അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. റൂഡി ബർദാജിനെ പകരം ട്രൈ ചെയ്തു. ബിൽബാവോ അത്ര വലിയ ഒപ്പോണൻ്റ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ അപ്പുറത്ത് നിക്കോ വില്യംസിനും റെസ്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് എന്തോ ഇഷ്യൂ ആയതുകൊണ്ട് അദ്ദേഹത്തിനും റെസ്റ്റ് കൊടുത്തു. സോ അങ്ങനെയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തു 10-20 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അറ്റാക്കായിരുന്നു. ഓക്കെ, 29ാമത്തെ മിനിറ്റ് ആയപ്പോൾ ബാഴ്സലോണക്ക് ആ ഒരു ബ്രേക്ക് കിട്ടി. ബാഴ്സലോണ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ബാഴ്സലോണക്കായിരുന്നു ആ ഒരു കംപ്ലീറ്റ് ഫാൻ സപ്പോർട്ട്, ജിദ്ദയിലുള്ള ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട് കംപ്ലീറ്റ് ബാഴ്സലോണക്കായിരുന്നു. ഓഫ് കോഴ്സ് ഫാൻ ഫേവറേറ്റ് ടീം എന്ന് പറയുന്നത് ബാഴ്സലോണയാണ്. അതിലൊന്നും വേറെ തർക്കമില്ല. അത് ആർക്കൊന്നും പറയാനില്ല. ബിൽബാവോ ബാഴ്സലോണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണ തന്നെ എല്ലാവരും പറയുള്ളൂ. അങ്ങനെ ആ ഒരു ബ്രേക്ക് വന്നത് ഫെർമിൻ ലോപ്പസ് ഒരു ക്രോസ് കൊടുത്തു. റൂഡി ബർദാജിൻ്റെ കാലുമ്പോൾ തട്ടി നേരെ ഷാർക്കിന് കിട്ടി, ഫെറാൻ ടോറസിന് കിട്ടി. ഫെറാൻ ടോറസ് അതൊരൊറ്റ ഷോട്ട് അടി, ഗോളായി. ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഫെറാൻ ടോറസിനായി, ഒരു അസിസ്റ്റ് റൂഡി ബർദാജിക്കായി. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് റാഫീനയുടെ അസിസ്റ്റിൽ നിന്നും ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ സ്കോർ ചെയ്തു. റാഫീന ആ ഒരു ലെഫ്റ്റിൽ നിന്ന് നേരെ ഒരു ക്രോസ് കൊടുക്കുന്നു, ഒരു ഗ്രൗണ്ടഡ് ക്രോസ് കൊടുക്കുന്നു. അത് നേരെ ഫെർമിൻ ലോപ്പസ് അടിച്ച് കയറ്റുന്നു, ഗോളാവുന്നു. 2-0 എന്നുള്ള സ്കോറുണ്ട്. മൂന്നാമത്തെ ഗോള് റൂഡി ബർദാജിൻ്റെ പ്രോപ്പർ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു. അദ്ദേഹം ആ ഒരു റൈറ്റ് വിങ്ങിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തൊരു ഷോട്ട് അടിച്ച് ഗോൾ കീപ്പറിൻ്റെ ദേഹത്തട്ടിയത് ഉള്ളിലോട്ട് പോയി. 3-0 എന്നുള്ള സ്കോർ. ഇതൊക്കെ ഫസ്റ്റ് ഹാഫിലാട്ടോ, ഫസ്റ്റ് ഹാഫിൽ തന്നെ എല്ലായി. നാലാമത്തെ ഗോൾ എന്ന് പറയുന്നത് റാഫീനിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. അത് മാൻ പൊളി, ഒന്നും പറയാനില്ല. റാഫീനയ്ക്ക് ലെഫ്റ്റിൽ നിന്ന് ഒരു ബോൾ കിട്ടുന്നു, അങ്ങനെ കട്ടിങ് സൈഡായിട്ട് അങ്ങനെ പോകുന്നു, അങ്ങോട്ട് പോയി നേരെ പിന്നെ അങ്ങോട്ട് ഗോളിയുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്ത് പോകുന്നു. അവിടുന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു പവർഫുൾ ഷോട്ട് അടിക്കുന്നു. ഇമ്പോസിബിൾ ആംഗിൾ ആയിരുന്നു അത് ഗോളടിക്കാം. റാഫീനയ്ക്ക് എന്ത് ഇമ്പോസിബിൾ ആംഗിൾ, പക്ഷേ അടിച്ചു, ഗോളായി. 4-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ 4-0. അവിടെ മാനെ ആൻഡ് സിബ്ലിക്കിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ മെയിൻ അറ്റാക്കേഴ്സിനൊക്കെ മാറ്റി ബാക്കിയുള്ളവരെ കൊണ്ടുവരാമായിരുന്നു. അത്ര ഈസി ആയിരുന്നതേ. അത് അവന്മാർക്ക് പിന്നെ അറ്റാക്ക് ഗോൾ 4 വന്നപ്പോൾ തന്നെ അവന്മാരെ ആകെ തളർന്ന് ആ ഒരു കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി അത്ലറ്റിക് ബിൽബാവോടെ. സെക്കൻഡ് ഹാഫിലോട്ട് വന്ന സമയത്ത് വീണ്ടും റാഫീനയ്ക്ക് ഫെർമിൻ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഒരു ബോൾ കിട്ടുന്നു. റാഫീനെ തട്ടിക്കുന്നു, ഗോളാവുന്നു. 52ാമത്തെ മിനിറ്റിൽ വീണ്ടും റാഫീനെ 2 ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ 63ാമത്തെ മിനിറ്റ് ആയപ്പോൾ റാഫീനെ പിൻവലിച്ചു. ഞാൻ വിചാരിച്ചു അറ്റാക്ക് അടിക്കുന്നു റാഫീന, പക്ഷേ അടിച്ചില്ല. ഓക്കെ, അങ്ങനെ 5-0 എന്നുള്ള സ്കോർ ആവുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ പ്ലേസിനൊക്കെ മാറ്റി. റൂണി ബർദാജിനെ മാറ്റി, ലമീൻ യമാലിനെ കൊണ്ടുവന്നു, റാഫീനെ മാറ്റി, റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു, ഫെറാൻ ടോറസിനെ മാറ്റി, പിന്നെ പെഡ്രിയെ മാറ്റി, പകരം മറ്റേ ബേണിലും കൊണ്ടുവരുന്നു. അങ്ങനെ പ്ലേസിനൊക്കെ മാറ്റി ട്രൈ ചെയ്തു. പിന്നെ ആ ഒരു സെയിം റീതത്തിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ബിൽബാവോക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു, ഒരു ഓപ്പൺ ചാൻസ്, പുറത്തൊക്കെ അടിച്ചു, സ്വാഭാവികം. അത് കഴിഞ്ഞ് അവന്മാരുടെ ഒരു ഷോട്ട് ഫസ്റ്റ് ഹാഫിൽ ഒന്ന് വുഡ് വർക്ക് തട്ടിപ്പോയിരുന്നു. അവന്മാർ 3 ബിഗ് ചാൻസ് മിസ് ചെയ്തു. ബാഴ്സലോണക്ക് 4 ബിഗ് ചാൻസ് കിട്ടിയത്, 4 ഗോളായി. ഒന്ന് പിന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നല്ലോ മറ്റേ റൂണി ബർദാജിൻ്റെ. പൊസഷനൊക്കെ 80%, ബാഴ്സലോണ 20%. അതൊക്കെ പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണല്ലോ വരിക. എന്തായാലും ബാഴ്സലോണയുടെ മാച്ച് 5-0 എന്നുള്ള സ്കോറിൻ്റെ മാച്ച് അവിടെ അവസാനിച്ചു. ബാഴ്സലോണ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ഫൈനലിൽ ഇനി ആരായിരിക്കും ഒപ്പോണന്റ്? അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ് ഡെർബി നടക്കുന്നുണ്ട്. അതിലാര് വിജയിക്കും? ഈ ഒരു സീസണിൽ ഇതുവരെ നടന്നൊരു മാഡ്രിഡ് ഡെർബിയിൽ 5-2 എന്നുള്ള സ്കോറിൽ റയൽ മാഡ്രിഡ് റിയാദ് മെട്രോപൊളിറ്റോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് പരാജയപ്പെട്ട് കിടന്നു. സോ ഇനി ഈ ഒരു മാഡ്രിഡ് ഡെർബിയിൽ എന്താവും? നോക്കൗട്ടിൽ പൊതുവെ റയൽ മാഡ്രിഡാണ് വിജയിക്കാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ വരണം എന്നാണ് സൂപ്പർ കോപ്പ ഡി എസ്പാനിയയിൽ. അത് നമുക്ക് കാണാനൊരു ത്രില്ലായിരിക്കും. കഴിഞ്ഞ സീസണിൽ എൽ ക്ലാസിക്കോ ഫൈനൽ സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഓർമ്മയുണ്ടല്ലോ, 5-2 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ ഹ്യൂമിലേറ്റ് ചെയ്ത് വിട്ടൊക്കെയായിരുന്നു റയൽ മാഡ്രിഡിന്. അതിന് റിവെഞ്ച് കിട്ടും റയൽ മാഡ്രിഡ്. അത് സെയിം സിറ്റുവേഷൻ തന്നെ നടത്തുമോ ബാഴ്സലോണ? അതോ ഇനി സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെ വിജയിച്ച് ഫൈനലിലോട്ട് പോകുമോ? ഒന്നും അറിയില്ല. ഇന്നത്തെ മാച്ച് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി റയൽ മാഡ്രിഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എംബാപ്പെ ഇല്ല, അവരുടെ മെയിൻ ഗോൾ സ്കോറിംഗ് മെഷീൻ ഇല്ല. പക്ഷേ മറ്റേ ഗോൺസാലോ ഗാർസിയൊക്കെ ഉണ്ട്, പുതിയ പയ്യൻ. കഴിഞ്ഞ മാച്ചിൽ ഹാട്രിക് അടിച്ച് വന്ന ലാഫാബ്രിക്ക പ്രൊഡക്റ്റായിട്ടുള്ള ഗോൺസാലോ ഗാർസിയൊക്കെ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, ഇവന്മാരൊക്കെ ഉണ്ട് അവിടെ. യൂലിയൻ അൽവാരസ് ഉണ്ട്, പിന്നെ അതുപോലെ ഗോൺസാലസ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ. ആ മൊത്തത്തിൽ ഒരു ടൈറ്റ് മാച്ചായിരിക്കും മാഡ്രിഡ് ഡെർബി. അതെന്തായാലും ചിലപ്പോൾ ബാഴ്സലോണയുടെ ഓഡിയൻസ് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉള്ളൊരു മാച്ചാണത്. അത് അത്രയും ടൈറ്റ് മാച്ചായിരിക്കും. ആരായിരിക്കും ഒപ്പോണൻറ്റ്? നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. സോ താങ്ക് യു സോ മച്ച്.